ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഗൂഗിൾ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ കൊളാബിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് പൈത്തൺ, കുറച്ച് സ്ക്രിപ്റ്റൊക്കെ നമ്മൾ റൺ ചെയ്യാൻ പോവുകയാണ്. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റ, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് കമ്പനികളുടെ കുറച്ച് പീരീഡിലുള്ള ഡാറ്റ പൈത്തൺ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അതൊന്ന് ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വേൾഡിലേക്ക് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ആൾക്കാർ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത്രയധികം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറച്ചൊരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനും. ഒരുമിച്ച് നമുക്ക് പൈത്തണും കാര്യങ്ങളും ഒരുമിച്ച് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പഠിക്കാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് പോലെയോ ഹോബി പ്രൊജക്റ്റ് പോലെയോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് ഡാറ്റ ഈ പൈത്തൺ എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം എൻവയോൺമെൻറ്റിലേക്ക് ഇത്ര ഡാറ്റ കൊണ്ടുവരുമ്പോൾ ഉള്ള നമുക്കുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്കത് അങ്ങനെ ഡാറ്റ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പൈത്തൺ എൻവയോൺമെൻറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ഡാറ്റ നമുക്ക് അത്രയും അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളെ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ബേസ്ഡ് ഓൺ നമുക്ക് അനാലിസിസ് നമുക്ക് ക്രിയേറ്റ് ഒരു മോഡലോ മെഷീൻ ലേണിങ്ങോ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ആ മോഡൽ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ പ്രൈസ് എന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പിന്നെ അത് വെച്ചിട്ട് നമുക്കൊരു ആൾഗോ ട്രേഡിങ്ങിലേക്ക്, അതായത് നമ്മളാണല്ലോ ഇപ്പോൾ ഒരു മാനുവലി ആണല്ലോ ബൈയും സെല്ലും ഓരോ സെല്ലിൻ്റെയും ഓരോ സ്റ്റോക്കിൻ്റെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രഡിക്ഷൻ വെച്ചിട്ട് അത് സിസ്റ്റത്തിനെ കൂടി തന്നെ നമുക്കതൊരു ബൈയും സെല്ലും ഒക്കെ പ്ലേസ് ചെയ്യിക്കാൻ പറ്റുന്ന, ഒരു ഓർഡർ പ്ലേസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ. ബട്ട് ഇതെല്ലാം നമ്മൾ ഒറ്റ വീഡിയോയിലല്ല, നമുക്ക് പാർട്ടായിട്ട് പതുക്കെ സമയം എടുത്ത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ കൊളാബിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഒരു ഫ്യൂ ലൈൻസ് ഓഫ് കുറച്ചൊരു 6-7 ലൈൻസ് കൊണ്ട് നമ്മൾ ഒരു കമ്പനികളുടെ ഡാറ്റ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യും. അതാണ് അത്രയേ നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ എവരിവൺ ടു വെൽക്കം ടു ദിസ് വീഡിയോ ആൻഡ് വി ക്യാൻ ട്രൈ ഔട്ട് ദീസ് തിങ്സ്. പുതിയൊരു നോട്ട്ബുക്ക് ഗൂഗിൾ കൊളാബിൽ പുതിയൊരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് കമ്പനികളുടെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഡാറ്റ എടുക്കാൻ പോകുന്ന സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഹൂ ഫിനാൻസിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എടുക്കുന്നത്. നമുക്കറിയാം, യാഹൂ ഫിനാൻസ് ഗൂഗിൾ പോലുള്ള ഒരു സെർച്ച് എഞ്ചിനൊക്കെ ഉള്ള കമ്പനിയാണ്. അപ്പോൾ അവർ ഡാറ്റ, അവരുടെ കയ്യിൽ ഇതിൻ്റെ ഡാറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ നമ്മുടെ ഈ പൈത്തൺ എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം യാഹൂ ഫിനാൻസ് നമുക്കിതിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം യാഹൂ ഫിനാൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് സിമ്പിളാണ്. പിപ്പ് ഇൻസ്റ്റാൾ യാഹൂ ഫിനാൻസിന് പറയുന്നതാണ് വൈ ഫിനാൻസ് എന്നാണ് അതിൻ്റെ മൊഡ്യൂളിൻ്റെ പേര്. സോ നമ്മൾ വൈ ഫിനാൻസ് ടൈപ്പ് ചെയ്തു. ഇനി റൺ ചെയ്യുകയാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആ ഒരു വൈ ഫിനാൻസ്, അതായത് യാഹൂ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലൈൻസ് ഓഫ് കോഡ്സ് ഇങ്ങനെ വരുന്നത് കാണാം. അത് ഇൻസ്റ്റാളേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ എന്നുകൊണ്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സെല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത യാഹൂ ഫിനാൻസ് നമുക്ക് യൂസ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് നമ്മളിതിന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ് ഇമ്പോർട്ട് വൈ ഫിനാൻസ് ആസ് YF. ഇതിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ യാഹൂ ഫിനാൻസ് പറഞ്ഞ മൊഡ്യൂൾ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലേക്ക് ഇമ്പോർട്ടായി വരും. ഇനി നമ്മളതിനെ യൂസ് ചെയ്യാൻ പോകുന്ന ഈ YF എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ വിളിക്കില്ല. ഇപ്പം എൻ്റെ പേര് ദീപക് എന്നാണ്, പക്ഷെ എന്നെ എല്ലാവരും ദീപു എന്നാണ് വിളിക്കുക. നമ്മൾ ചുരുക്കപ്പേര് വിളിക്കും. അപ്പോൾ വൈ ഫിനാൻസ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതിന് പകരം YF എന്ന് യൂസ് ചെയ്താൽ, YF എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഫിനാൻസിനെയാണ് അവിടെ റെഫർ ചെയ്യണതിന് അർത്ഥം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യണത്? വൈ ഫിനാൻസ് ആസ് എ YF എന്ന് വെച്ച് കഴിഞ്ഞാൽ YF എന്നാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളിനി ത്രൂ ആയിട്ട് നമ്മൾ YF എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യാഹൂ ഫിനാൻസ് എന്ന ആ മൊഡ്യൂളിനെയാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഈ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി. ആ മൊഡ്യൂൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് ഇമ്പോർട്ടായി എന്ന് പറയാം. ഇനി അടുത്തൊരു ലൈൻ ഓഫ് കോഡ്. ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ആ മൊഡ്യൂൾ കിട്ടി.
ഇനി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ളതെന്നുള്ളൊരു ടാസ്കും കൂടി നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തുള്ള വേറെ ലൈബ്രറി യൂസ് ചെയ്യണം എന്താ വെച്ചാൽ മാറ്റ് പ്ലോട്ട് ലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈത്തണിൻ്റെ തന്നെ ഒരു ലൈബ്രറിയാണ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മൊഡ്യൂൾസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, നമ്മൾ അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ് മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പി വൈ പ്ലോട്ട് സ്പേസ് ആസ് പി എൽ ടി. അപ്പോൾ മാറ്റ് പ്ലോട്ട് ലിബ് ഡോട്ട് പി വൈ പ്ലോട്ട് എന്നുള്ള മൊഡ്യൂള് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു ആസ് പി എൽ ടി. ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റൈലും കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ പി എൽ ടി ഡോട്ട് സ്റ്റൈൽ ഡോട്ട് യൂസ് ഓഫ് ഫൈവ് 38. ഇതതിൻ്റെ ഒരു എന്താ പറയുക 538.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതും റൺ ചെയ്യാം. ഇത് എന്തിനാണ് നമ്മൾ റൺ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളിത് റൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ആ ഒരു മാറ്റ് പ്ലോട്ട് ലിബ് എന്ന് പറഞ്ഞ ലൈബ്രറിയും കൂടി നമ്മുടെ ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേണ്ട മൊഡ്യൂൾസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫയൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് ഡാറ്റ എടുക്കണം അല്ലേ. നമുക്ക് ഡാറ്റ യാഹു ഫിനാൻസ് നമുക്ക് ഡാറ്റ എടുക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു സെല്ല് ആഡ് ചെയ്തു. അതിനുശേഷം ഡി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഫ്രെയിം എന്നാണ്. നമുക്ക് ഏത് ഡാറ്റയാണെങ്കിലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ ഒരു ടേബിൾ കൈൻഡ് ഓഫ് ഫോർമാറ്റിലാണ് നമ്മളിതെല്ലാം എടുത്തു വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡി എഫ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ഫ്രെയിം എന്നാണ്, പൈത്തണിൽ നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുക ഒരു കുറേ റോസും കുറേ കോളംസും ഉള്ള ഒരു ടേബിളായിട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഡാറ്റ ഫ്രെയിം, അതായത് ഡി എഫ് എന്ന് പറഞ്ഞാൽ വേരിയബിളിലോട്ടാണ് നമ്മളിതെല്ലാം ഡാറ്റ ഫ്രെയിമിലേക്കാണ് നമ്മളിതെല്ലാം സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡി എഫ് ഈക്വൽ ടു നമ്മൾ എവിടുന്ന ഡാറ്റ എടുക്കുന്നത് യാഹു ഫിനാൻസ് ആണ്. യാഹു ഫിനാൻസ് ഡോട്ട് ഇനി ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് എവിടുന്ന് ഡാറ്റ ഡൗൺലോഡ്. എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയുടെയാണ് നമുക്ക് നോക്കണം. ഞാൻ ആദ്യം ഇത് എഴുതാന്നിട്ട് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫോസിസിൻ്റെ NF.NS അടുത്തത് സ്റ്റാർട്ട് ഈക്വൽ ടു സ്പേസ് ഇപ്പോൾ ഒരു 2021/01/01, അതായത് 2021 ജനുവരി 1 മുതൽ എൻ്റെ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 2021 ഒരു 31 കൊടുക്കാമല്ലേ. അപ്പോൾ ഒരു 12/31 ഇതുവരെയുള്ള നമുക്ക്. ഇനിയിപ്പോൾ അത് ഏത് ഇൻ്റർവെല്ലിലുള്ള ഡാറ്റയാണ്, അതായത് ഇപ്പോൾ ഇൻ്റർവെൽ ഈക്വൽ ടു ഞാനിപ്പോൾ ഒരു 1D എന്ന് കൊടുക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഡേയുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിത് റൺ ചെയ്യാം, എന്താണ്ടാവുക നോക്കാം. അപ്പോൾ ഇതെന്താ, ഈ കമാൻഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയി കാണിച്ചു. ഈ കമാൻഡ് എന്താ ചെയ്തെന്ന് വെച്ചാൽ യാഹോ ഫിനാൻസിൽ പോയിട്ട് ഇൻഫോസിസിൻ്റെ 2021 ജനുവരി 1 മുതൽ 2021 ഡിസംബർ 31 വരെയുള്ള ഡാറ്റ, അതായത് ഓരോ ദിവസം ഇൻ്റർവെല്ലിലുള്ള ഡാറ്റ ഇതിപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് ആയ കാരണം ഡാറ്റ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. നിങ്ങൾക്ക് 10 മണിക്ക് നോക്കുന്ന ഡാറ്റ ആയിരിക്കില്ല, എന്താ പറയുക, ഉച്ചയ്ക്ക് 2 മണിക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഓരോ സമയത്തും ഡാറ്റ ഫ്ലക്ച്വേറ്റ് വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ എന്തായിരുന്നു ഓപ്പണിംഗ്, പിന്നെ എന്തായിരുന്നു ക്ലോസ്, അവസാനം എന്തായിരുന്നു, ആ ഒരു ഇൻ്റർവെല്ലിൽ മാത്രം. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കുന്നില്ല. ഓരോ ഡേയ്സിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇത് ഡാറ്റ കാണണമല്ലോ. നമുക്ക് ജസ്റ്റ് ഡാറ്റ DF എന്ന് കൊടുത്തിട്ട് റൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് പ്രിൻ്റ് ആയത് കാണാം. ഇപ്പോൾ നമുക്കറിയാം 2021 ജനുവരി 1 1257, പിന്നെ പോയിൻറ്റ് സംതിങ് വാല്യൂകൾ ഓപ്പൺ ചെയ്തത്. അന്നത്തെ ഹൈ 1265 ആയിരുന്നു. അന്നത്തെ ലോ എന്ന് പറയുന്നത് 1255 ആയിരുന്നു. അന്നത്തെ ക്ലോസ് 1260. അന്നത്തെ വോളിയം, അന്നത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസും ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഡാറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് കുറേ വാല്യൂസ് ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും വാല്യൂസിന് നമുക്കൊന്നും ആവശ്യമില്ല. ഞാൻ സെയിം ഈ കമാൻഡ് തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട്
ഒരു സെല്ലും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ അടിയിലേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിനെ ചെയ്തിട്ട് ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യണം. നമുക്ക് ഇത്രയും പോയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ റൗണ്ടിങ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. റൺ ചെയ്തിട്ട് ജസ്റ്റ് പ്രിൻ്റ് ഡി എഫ് നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ എന്താ ആ പോയിൻ്റ് വാല്യൂ കഴിഞ്ഞ് മുമ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്തതിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ 4, 5 ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് അത്രയും പോയിൻ്റ് ഒന്നും ആവശ്യമില്ല. നമ്മൾ 2 ഡെസിമൽ പോയിൻറ്റ്സ് മാത്രം എടുത്ത് റൗണ്ട് ചെയ്ത് വിടാം. സോ ഇതാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്തത് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അതല്ലേ നമ്മൾ അവസാനത്തെ ടാസ്ക്കാണ് ഈ ഒരു ഇതിൽ. നമുക്കിതൊന്ന് ഒരു ലൈൻ ഓഫ് കോഡ്, ഒരു സെല്ലും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ അത് ഉപയോഗിച്ച മാത്ത് പോട്ട് ലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് യൂസ് ചെയ്തത് അല്ലേ. അത് നമ്മൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് PLT ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്തത്. സോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് PLT.figure. നമുക്കിപ്പോൾ ഒരു സ്ക്രീനിലുള്ള സൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഫിഗർ എന്ന് പറയുന്നത്. ഫിഗറിൻ്റെ എന്നിട്ട് സൈസ് കൊടുക്കുക. നമുക്ക് എത്ര സ്പേസിലാണ് ഇത് വേണ്ടത് എന്നുള്ളത്. ഫിഗ് സൈസ് ഈക്വൽ ടു എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാനൊരു 12.6, 4.5 എന്ന് കൊടുത്തു. ഇതെന്ന് വെച്ചെങ്കിൽ 12 X ആക്സിസിലും 4.5 എന്ന് പറഞ്ഞാൽ Y ആക്സിസിലുമാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത്. നമുക്കത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് നമുക്ക് PLT.plot of DF. നമുക്ക് ഞാനിത് എല്ലാ വാല്യൂസും ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ഉദ്ദേശത്തിൻ്റെ ക്ലോസ് മാത്രം മതി. അതായത് എത്രയിലാണ് ഇത് എൻഡ് ചെയ്തത് എന്നുള്ളത് മാത്രം മതി. അത് കൊടുത്തു. പിന്നെ ലേബൽ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് ലേബൽ ഈക്വൽ ടു അതും ഒരു ക്ലോസ് ആക്കി കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത അപ്പോൾ ഞാൻ DFൻ്റെ ക്ലോസ് മാത്രമാണ് ഞാൻ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി PLT.ടൈറ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു ഗ്രാഫല്ല, അപ്പോൾ എന്തിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റിലൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ക്ലോസ് പ്രൈസ് ഓഫ് ഇൻഫി നമ്മൾ ഇൻഫി എന്നുള്ള തന്നെ കൊടുത്തു. അതിനുശേഷം PLT.x ലേബൽ. ഇനിയിപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ് കൊടുക്കേണ്ടത്? എക്സ് ആക്സിസിൽ നമ്മൾ ഡേറ്റ് ആണ് നമ്മൾ വരുന്നത്. സോ നമുക്കപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേബൽ കൊടുത്തു, ഡേറ്റ് എന്ന് കൊടുത്തു. ഇനി PLT.y ലേബലായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? പ്രൈസ് അല്ലേ. നമ്മളതിൻ്റെ ഓരോ ദിവസവും എക്സ് ആക്സിസിലെ ഡേറ്റും Y ആക്സിസിൽ അതിൻ്റെ പ്രൈസുമാണ്. പ്രൈസ് ഇൻ റുപ്പി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? PLT അല്ല, ഇനി PLT നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തെന്താ PLT എന്ന് പറഞ്ഞാൽ ഫിഗറിൻ്റെ സൈസ് കൊടുത്തു, എന്ത് വാല്യൂ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊടുത്തു, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു, എക്സ് ആക്സിസിലെ ഒരു എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊടുത്തു, Y ആക്സിസിൽ നമുക്ക് എന്ത് എഴുതി കാണിക്കേണ്ടതെന്ന് കൊടുത്തു. അതിന് ഇത് മൊത്തം നമുക്കൊന്ന് ഷോ ചെയ്യണം. PLT.ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ആകുമ്പോൾ അത് വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് സാധനം കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ജനുവരി 1 മുതൽ 2021, ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ജനുവരിയാണ് ഇവിടെ ഉള്ളത്. 31 വരെയുള്ള ഡാറ്റ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നമുക്കൊരു ലൈൻ ഗ്രാഫായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ യാഹൂ ഫിനാൻസിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ ഓഫ് ഗ്രാഫ് നമ്മൾ ചെയ്തത് മാത്രമേ ഉള്ളൂ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. വെറുതെ വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെ തന്നെ സിസ്റ്റത്തിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. സോ ഐ വിൽ ട്രൈ ടു റീഡ് ഓൾ യുവർ കമൻറ്റ്സ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. So yeah, thank you all for watching this video. We can meet in another video. Thank you.